രാഷ്ട്രീയ റൈഫിൾസ് ഈ പേര് കേൾക്കാത്ത ഇന്ത്യക്കാർ വളരെ കുറവായിരിക്കും. കാരണം ഇന്ത്യൻ ആർമിയുടെ എലീറ്റ് ഫോഴ്സാണ് രാഷ്ട്രീയ റൈഫിൾസ് എന്നത്. കശ്മീരിലെ ഇൻസർജൻസിയെ പ്രതിരോധിക്കുന്നതിൽ വലിയ പങ്കാണ് രാഷ്ട്രീയ റൈഫിൾസ് വഹിക്കുന്നത്. രാഷ്ട്രീയ റൈഫിൾസിനെ പറ്റി ഇപ്പോൾ പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. കാരണം രാജ്യത്ത് 2 ദിവസമായി ഒരു വലിയ ഭീകരാക്രമണം നടന്നതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തെ നമ്മൾ വലിയ ജാഗ്രതയോടും കരുതലോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ ആ രാഷ്ട്രീയ റൈഫിൾസിന് പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ റൈഫിൾസ് നിരന്തരമായി ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം കശ്മീരിൻ്റെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സേവനം വിപുലപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മളുടെ സൈന്യം തയ്യാറാക്കുകയാണ്. ആ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ റൈഫിൾസിനെ വിപുലീകരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ്. കൂടുതൽ എക്യുപ്പ് ചെയ്യുക, കൂടുതൽ അംഗസംഖ്യ കൂട്ടുക, പിന്നെ അതുപോലെ തന്നെ മറ്റ് രീതിയിലും പുതിയ ടെക്നോളജികൾ, പുതിയ രീതിയിലുള്ള ഓപ്പറേഷൻ ഫെസിലിറ്റികൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ ഈ സ്പെഷ്യൽ വിങ്ങിനെ കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളത്. ഇൻഫൻട്രി സ്വഭാവത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ റൈഫിൾസ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അമർച്ച ചെയ്യുന്നതിൽ വളരെ സുധീരമായ പങ്ക് വഹിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും അറിയാൻ കഴിയാത്തതിന് കാര്യമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ റൈഫിൾസ് പലപ്പോഴും രഹസ്യ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കാശ്മീരിലെ ഈ പട്ടാളക്കാരുടെയൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ മിക്കവാറും അവരൊരു തലയെക്കെട്ട് പോലത്തെ ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവർ മുഖം മൂടിയും വെച്ചിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം വെളിയിൽ വരാതിരിക്കാനും അവരുടെ സുരക്ഷ പരിഗണിച്ചുമാണ് ഈ കാര്യങ്ങൾ, ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൊണ്ട് ആ ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുന്നത്. മുഖം വ്യക്തമാക്കാറില്ല പലപ്പോഴും. കാരണം ഈ പറയുന്ന സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അപ്പോൾ കാശ്മീർ വാലിയിൽ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ പോലും അപായപ്പെടുത്തിയേക്കാവുന്ന തരത്തിൽ ഭീകരപ്രവർത്തനം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും രാഷ്ട്രീയ റൈഫിൾസ് കൃത്യമായും വ്യക്തമായും നടത്തുന്ന ഈ മുന്നോട്ട് പോക്കിനെ, ഈ പ്രതിരോധത്തിനെ കൂടുതൽ വിപുലീകരിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. അപ്പോൾ രാഷ്ട്രീയ റൈഫിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1990 രാഷ്ട്രീയ റൈഫിൾസ് രൂപീകരിക്കുന്നത്. ഏതാണ്ട് 80കളിൽ നമുക്ക് അറിയാം, ഈ പറയുന്ന കശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ തന്നെ കൂട്ടക്കൊല ചെയ്യുകയും വംശഹത്യ ചെയ്യും. ഒരു ഹിന്ദു വംശഹത്യ കാശ്മീരിൽ നടന്നു. വലിയ തോതിൽ അവരെ ബലാത്സംഗം ചെയ്യുക, റിലീവ് ഗലീവ് ചലീവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമൊക്കെയാണ് അവർ ഉയർത്തിയിരുന്നത് അന്നത്തെ ഈ ഭീകര സംഘടനകളിൽ നിന്ന്. അന്ന് ഈ ഭീകര സംഘടനകളാണ് ഇവർ എന്നുള്ളതൊന്നും ഈ പറയുന്നൊക്കെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, ബുദ്ധിജീവികളൊന്നും അംഗീകരിച്ചിരുന്നില്ല. ഇവർ റിലീവ് ഗലീവ് ചരീവ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ഒന്നുകിൽ കാശ്മീർ വിടുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ കശ്മീർ വാലിയിൽ ഭീകരത വിതച്ചത്. അങ്ങനെ ആയിരക്കണക്കിന് പണ്ഡിറ്റുകൾ കൊല ചെയ്യപ്പെട്ടു. കൂട്ടബലാത്സംഗത്തിനിരയായി അവർ വീടും നാടും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഡൽഹിയിലും വൈഷ്ണവി ദേവി ടെമ്പിളിൻ്റെ മുന്നിലും, കശ്മീരിൽ നമുക്കറിയാമല്ലോ, വൈഷ്ണവി ദേവി ടെമ്പിളിൻ്റെ മുന്നിൽ നമ്മൾ ഇന്നും പോയി കഴിഞ്ഞാൽ കുട്ടികളുമായി ഭിക്ഷാടനം ചെയ്യുന്ന അമ്മമാരെ കാണാം. കാശ്മീരി പണ്ഡിറ്റുകളാണ്. അവർക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വന്നു. ജമ്മുവിൻ്റെ പല ഭാഗങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ അവർ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ലഡാക്കിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർ ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്കിൽ വീണ്ടും പ്രശ്നങ്ങളാണ്. അവിടുത്തെ ഹിന്ദു സമൂഹം നിരന്തരമായി ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ എങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഡൽഹിയിലേക്കും പലരും കുടിയേറിപ്പെടുകയുണ്ടായി. സ്ലമ്മുകളിൽ, ചേരികളിലാണ് അവരവിടെ കഴിഞ്ഞിരുന്നത്. ഒരു കാലത്ത് കശ്മീരിൻ്റെ ദൈക്ഷണിക മുദ്രയായിരുന്നു ഈ കശ്മീരി പണ്ഡിറ്റുകൾ. വലിയ വിജ്ഞാനം, സനാതനമായ ധർമ്മങ്ങളിലുള്ള പാണ്ഡിത്യം, വേദജ്ഞാനം തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്ന കശ്മീരി പണ്ഡിറ്റുകളാണ് ഇത്തരത്തിൽ തെരുവിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടത്, ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെട്ടത്. കംസൻ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നിലത്തടിച്ചു കൊന്നത്, അതുപോലെയാണ് കശ്മീരി ഭീകരർ പിഞ്ചു കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ പോലും വകവരുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അത്രയേറെ ഭീകരമായി കുട്ടികളെ നിലത്തടിച്ചും തലയിൽ വെടിവെച്ചുമൊക്കെ കൊന്ന ഭീകരരാണ് കശ്മീരിലുണ്ടായിരുന്നത്, കാശ്മീരിൽ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഭീകരരെയൊക്കെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1990 രൂപീകരിക്കപ്പെട്ടതാണ് രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത്. സൈന്യത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഏതാണ്ട് 6 ബറ്റാലിയനുകളായിട്ടാണ് അന്ന് തുടങ്ങിയതെങ്കിൽ ഇന്നത് 64 ബറ്റാലിയനുകളുണ്ട്. ഏതാണ്ട് 70,000-ഓളം സൈനികർ ഈ പറയുന്ന
നമ്മുടെ രാഷ്ട്രീയ റൈഫിൾസിൽ ഭാഗവുമാണ്, അതിൻ്റെ സേനാംഗങ്ങളായി പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ റൈഫിൾസിൻ്റെ മുഖം മിനുക്കി കൂടുതൽ കരുത്തോടു കൂടി രാഷ്ട്രീയ റൈഫിൾസ് എത്തുന്നു എന്നുള്ളത് നമുക്ക് ഭാരതീയർക്ക് എല്ലാവർക്കും തന്നെ ആശ്വാസം പകരുന്ന, ആനന്ദം പകരുന്ന, സുരക്ഷിതത്വ ബോധം കൂട്ടുന്ന ഒരു കാര്യമാണ്. ലഫ്റ്റനന്റ് ജനറൽ MV സുചീന്ദ്രകുമാർ, അദ്ദേഹമാണ് ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ, നോർത്തേൺ കമാൻഡിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ്. അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ റൈഫിൾസിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതായി പറയുന്നുണ്ട്. ഈ ഭീകരരുടെ പേടി സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ റൈഫിൾസ് എന്നുള്ളത്. അവർക്ക് ഈ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ കവചിത വാഹനമുണ്ട്, അവരുടെ ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ, ഇത് കാണുമ്പോൾ തന്നെ ഉമാർ ഓടും. അത്രയ്ക്ക് ഭയമാണ് രാഷ്ട്രീയ റൈഫിൾസിനെ എന്ന് പറയുന്നത്. അത്ര കരുത്തുറ്റ സൈനികരുമാണ് രാഷ്ട്രീയ റൈഫിൾസ്. അവരുടെ ഈ 6 ബറ്റാലിയനിൽ തുടങ്ങി ഇന്ന് 65 ബറ്റാലിയനുകളോളം, ഏതാണ്ട് 70,000-ഓളം സൈനികർ അതിൻ്റെ അകത്തുണ്ട്. ക്വിക്ക് ആക്ഷനാണ് ഇവരുടെ പ്രത്യേകത. ഒരു ഭീകരാക്രമണം ഉണ്ടായി, ഇല്ലെങ്കിൽ ഭീകരർ ഇന്നടത്തുണ്ട് എന്നുള്ള വിവരം കിട്ടിയാൽ മിനിറ്റുകൾക്കുള്ളിൽ പദ്ധതി തയ്യാറാക്കി അവിടെ എത്തി ഒരാൾ പോലും, ഒപ്പമുള്ള ഒരാൾ പോലും നഷ്ടപ്പെടാതെ കൃത്യമായി ആക്രമിച്ച് തകർത്ത് അവരെ കീഴ്പ്പെടുത്താൻ ശേഷിയുള്ളവരാണ് രാഷ്ട്രീയ റൈഫിൾസ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാഷ്ട്രീയ റൈഫിൾസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല കാശ്മീർ വാലിയും ഈ പറയുന്ന ജമ്മു കാശ്മീർ മുഴുവനായിട്ടും ഉണ്ടെങ്കിലും അവർ കൂടുതലും സെക്ടറുകൾ തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സെക്ടറുകൾ തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവരോടൊപ്പം ജോയിൻ്റ് ഓപ്പറേഷൻസ്, നമ്മളെപ്പോഴും കേൾക്കാറുള്ള വാക്കാണ് ജോയിൻ്റ് ഓപ്പറേഷൻ. ഈ ജോയിൻ്റ് ഓപ്പറേഷനിൽ ആരൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRPF ഉണ്ടാവാറുണ്ട്, ജമ്മു കാശ്മീർ പോലീസ് ഉണ്ടാവാറുണ്ട്, മറ്റ് പല പാരാമിലിറ്ററി ഫോഴ്സുകളും ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ്. ഒരു സെമി മിലിറ്ററി സ്ട്രക്ചറിലാണ് പലപ്പോഴും ഈ പറയുന്ന രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തിക്കുന്നതെങ്കിലും സ്പെഷ്യൽ ഓപ്പറേഷൻസിന് പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങളെ പലപ്പോഴും പാരാമിലിറ്ററി ആയിട്ടും കണക്കാക്കാറുണ്ട്. എങ്കിലും കുഴപ്പമില്ല, സൈന്യത്തിൻ്റെ ഭാഗമാണ്. പാരാമിലിറ്ററിയിലുള്ളവരും ഇതിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വരാറുണ്ട്. 2 മുതൽ 3 വർഷം വരെയാണ് ഇവരുടെ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കടുത്ത പരിശീലനം ലഭിക്കാറുണ്ട്. ഈ കടുത്ത പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ടെററിസം ടാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇവർക്ക് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ അർബൻ വാർഫെയർ, ഗറില്ല വാർഫെയർ, ഇത്രയും കാര്യങ്ങളിലെല്ലാം ഇവർക്ക് ട്രെയിനിങ് ഉണ്ട്. സെർച്ച് ഓപ്പറേഷൻ, അങ്ങനെ കോമ്പിങ് ഓപ്പറേഷൻസ്, ഇതുപോലുള്ള ഓപ്പറേഷനുകളിലെല്ലാം ഇവർ പങ്കെടുക്കാറുണ്ടെന്നുള്ളത്. ഇവർക്ക് ഏതാണ്ട് 6 വിഭാഗങ്ങളുണ്ട്. വിക്ടർ, കിലോ, ഡെൽറ്റ, റോമിയോ, യൂണിഫോം എന്നീ 5 വിഭാഗങ്ങളാണ്. 5 വിഭാഗങ്ങളുടെ ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ 5 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വിക്ടർ കശ്മീർ വാലിയിലും, കിലോ കുപ്വാര ബാരാമുള്ള മേഖലയിലും, ഡെൽറ്റ ദോഡ മേഖലയിലും, റോമിയോ രജൌരി പൂഞ്ച് മേഖലയിലും, യൂണിഫോം ഉദ്ധംപൂർ, അതായത് നമ്മുടെ നോർത്തേൺ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലം, ആ ഉദ്ധംപൂരിലുമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫൻട്രി ഫോഴ്സാണ്. ഇൻഫൻട്രി ഫോഴ്സ് ആകുമ്പോഴത്തേക്കും തന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പറയുന്ന ആർട്ടിലറി അതുപോലുള്ള വലിയ തോക്കുകളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ തോക്കുകളായിരിക്കും. അതിൽ AK-47 ഉണ്ടാവും, MP5 ഉണ്ടാവും, ഈ പറയുന്ന തവോർ ഉണ്ടാവും. ഇത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കാർബൈൻ പോലുള്ള, കാർബൈനുകൾ പലപ്പോഴും ഇപ്പോൾ കാർബൈൻ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി, സ്റ്റൺ ഗണ്ണുകളാണ് അതൊക്കെ. അത്തരത്തിലുള്ള ഗണ്ണുകളുണ്ടാകും. ഈ പറയുന്ന ഷോർട്ട് റേഞ്ച് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തോക്കുകളുണ്ടാകും, സ്നൈപ്പറുകളുണ്ടാകും. കാരണം ഇവർക്ക് ഈ പറയുന്ന ഓപ്പറേഷന് പോകുന്ന ടീം പോകുമ്പോഴത്തേക്കും ദൂരെ നിന്ന് ഇവരെ കവർ ചെയ്യാനായിട്ട്, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്, മറ്റേതെങ്കിലും ത്രെട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇവർക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനായിട്ട് സ്നൈപ്പറുകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവർ ഗ്രനേഡുകൾ, അതുപോലുള്ള ഈ പറയുന്ന സ്മോക്ക് ഫ്ലാഷ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചു കൊണ്ടൊക്കെ തന്നെയാണ് ഓപ്പറേഷനുകൾ നടത്തുന്നത്. കൃത്യമായി ഈ ഭീകരരെ കീഴടക്കുക എന്നുള്ളതിൽ ഇവർക്ക് വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ ഈ വൈദഗ്ധ്യം ഉള്ളത് കൊണ്ടും ഇത്രയും ധീരന്മാരായതുകൊണ്ടും തന്നെയാണ് ഇവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദൃഢത ഓർ വീരത എന്നാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ വാർ ക്രൈ എന്ന് പറയുന്നത് ബജ്രംഗ് ബലി കി ജയ്. ശ്രീ ഹനുമാൻ സ്വാമി തന്നെയാണ് ഈ രാഷ്ട്രീയ റൈഫിൾസിനെ സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. അത്രയും ബലവാനായ ഹനുമാൻ സ്വാമി ഉള്ളപ്പോൾ പിന്നെ ഏത് ഭീകരൻ, അല്ലേ? അത്രയും കരുത്താണ് നമ്മളുടെ രാഷ്ട്രീയ റൈഫിൾസിനുള്ളത്. ഇനി രാഷ്ട്രീയ റൈഫിൾസിനെ പറ്റി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. എന്താണ് രാഷ്ട്രീയ റൈഫിൾസ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രാഷ്ട്രീയ റൈഫിൾസിൻ്റെ കരുത്ത് എന്താണ്, രാഷ്ട്രീയ റൈഫിൾസിൻ്റെ നേട്ടം എന്താണെന്നുള്ളത്. രാഷ്ട്രീയ റൈഫിൾസ് എന്നാൽ ഇതാണ്: 7 അശോക ചക്ര, 34 കീർത്തി ചക്ര, 238 ശൗര്യചക്ര, 1637 സേനാ മെഡൽ. ഇതാണ് രാഷ്ട്രീയ റൈഫിൾസ്. രാഷ്ട്രീയ റൈഫിൾസ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഈ രാജ്യത്തിൻ്റെ ഐക്യവും
അതിൻ്റെ പരമാധികാരവുമാണ്. അത് നിരന്തരമായി സംരക്ഷിച്ചു പോരുന്ന സൈനിക വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ്. ആ രാഷ്ട്രീയ റൈഫിൾസ് വിപുലീകരിക്കുന്നു, ആ രാഷ്ട്രീയ റൈഫിൾസ് കൂടുതൽ കരുത്തേകുന്നു, അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. നമ്മുടെ രാജ്യത്തെ കൂടുതൽ സംരക്ഷിക്കാൻ ഇനി ഒരു ഭീകരനും ഒരു ബോംബ് പൊട്ടിക്കാനോ ഒരു റൈഫിൾ എടുത്ത് ഫയർ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകാത്ത രീതിയിൽ അവർക്കെല്ലാം ഒരു ഭീഷണിയായി, പേടി സ്വപ്നമായി രാഷ്ട്രീയ റൈഫിൾസ് പുതിയ രൂപത്തിൽ വീണ്ടും എത്തുകയാണ്.